പ്രായമായ മാതാപിതാക്കളെ വീട്ടിലുണ്ടോ? അവരൊന്ന് സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ. മുഖമെല്ലാം ചുളുങ്ങി, കണ്ണെല്ലാം മങ്ങി, ചെവിയൊന്നും കേൾക്കാൻ പാടില്ലാതെ പലവിധ രോഗങ്ങളായി, നിറമെല്ലാം മങ്ങി, മുടിയെല്ലാം പൊഴിഞ്ഞ് ഒരു വല്ലാത്ത രൂപമായിട്ടല്ലേ ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ഭവനങ്ങളിലുള്ളത്. എന്നാൽ അവരുടെ പഴയ ഫോട്ടോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് നോക്കിക്കേ. അവരെ കാണാൻ എന്ത് രസമായിരുന്നു. നല്ല മുടി, നല്ല നിറം, മുഖമൊക്കെ നന്നായിട്ട് തിളങ്ങി, എന്ത് സുന്ദരന്മാരും സുന്ദരിമാരുമായിരുന്നു അവരോരോരുത്തരും. എന്നാൽ കാലങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവരുടെ മുഖമെല്ലാം മങ്ങി ചുളുങ്ങി, പല്ല് പൊഴിഞ്ഞ്, മുടി പൊഴിഞ്ഞ്, പലവിധ രോഗങ്ങൾ, നടക്കാനും മേല ഇരിക്കാനും മേലാത്തൊരവസ്ഥയിലെത്തിയത്. സ്നേഹമുള്ളവരെ, നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? പഴുത്തല പൊഴിയുമ്പോൾ പച്ചല ചിരിക്കുമെന്ന്. എന്നാൽ പച്ചല ഒരിക്കലും ചിന്തിക്കുന്നില്ല താനും പഴുക്കും, താനും ഒരു നാളെ പൊഴിയുമെന്ന്. എന്നെ കേൾക്കുന്ന സ്നേഹമുള്ളവരെ, ഇന്ന് വീട്ടിൽ പ്രായമുള്ളവരെ നമ്മുടെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക, നാളെ നമ്മളും പ്രായമുള്ളവരാകും. ഇന്ന് നമുക്ക് കാണുന്ന സൗന്ദര്യവും ബലവും ശക്തിയും ഒക്കെ നമുക്കും നാളെ നശിച്ച് ഇവരെ പോലെ നമ്മളുമായി തീരും. ഇന്ന് ആ പ്രായമുള്ളവരെ നമ്മൾ എങ്ങനെ കരുതുന്നു, നോക്കുന്നു, അതനുസരിച്ചായിരിക്കും നമ്മുടെ മക്കൾ നമ്മളെ നോക്കുന്നത്. കാരണം നമ്മൾ എങ്ങനെയൊക്കെ അവരെ പരിചരിക്കുന്നു എന്ന് നമ്മുടെ മക്കൾ കണ്ടുപഠിക്കുകയാണെങ്കിൽ നാളെ നമ്മുടെ മക്കൾ അതുപോലെ നമ്മളെ പരിചരിക്കും. ഇന്ന് നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെയൊക്കെ തള്ളിക്കളയുകയും നമ്മൾ എങ്ങനെയൊക്കെ കൊണ്ട് അവരെ എവിടെയെല്ലാം എത്തിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മുടെ മക്കൾ കണ്ടുപഠിക്കുകയാണെന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നു പോകല്ലേ. എപ്പോഴും ഓർത്തിരിക്കുക, പഴുത്തല പൊഴിയുമ്പോൾ പച്ചല ചിരിക്കരുത്. കാരണം നാളെ പച്ചലയും പഴുക്കും, അതും പൊഴിയും. അതുകൊണ്ട് ഇന്ന് മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുക, ചേർത്ത് നിർത്തുക. നിങ്ങളുടെ മക്കൾ നാളെ നിങ്ങളെയും ചേർത്ത് നിർത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.